പ്രതീകങ്ങൾ കേട്ടോ. പ്രതീകങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം. പെസഹ കുഞ്ഞാട്. പുറപ്പാട് 12:1 മുതൽ 11 വരെ. പുറപ്പാട് 12:1 മുതൽ 11 വരെ. നോക്കൂ, യോഹന്നാൻ 1:29 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ, യോഹന്നാൻ 1:29 മുതൽ 36 വരെ വാക്യങ്ങളിൽ യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് യോഹന്നാൻ ശമം പറയുക, ഇതേണ്ട് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട് പോകുന്നു. അപ്പൊ ടൈപ്സ് ഒത്തിരി കിടപ്പുണ്ട്. അടിക്കപ്പെട്ട പാറ, പുറപ്പാട് പുസ്തകത്തിൽ 17:6. ഒന്നുകിന്റെ 10:3-4 വാക്യങ്ങളിൽ അത് ക്രിസ്തുവിന്റെ പ്രതീകമാണെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. ക്ലിയറായോ? എന്തുകൊണ്ടാണ് സുവിശേഷം തലയെടുപ്പുള്ള സന്ദേശമായി മാറിയത്? നമുക്കിങ്ങനെ പറയാം, സുവിശേഷം ആധികാരികമാണ്. എന്താ കാര്യം? ഇറ്റ് വാസ് ഫോർടോൾഡ്. ഇത് മുൻപറയപ്പെട്ടതാണ്. കേൾക്കുന്നുണ്ടോ? ലോകത്തിൽ ഒത്തിരി മഹാന്മാർ ജനിച്ചെങ്കിലും യേശുവിന്റെ ജനനത്തെ കുറിച്ച് മുൻകൂട്ടി പറഞ്ഞതുപോലെയും മുൻകൂട്ടി നിവർത്തിച്ചതുപോലെയും മറ്റൊന്നും മറ്റൊരാളും ലോകത്തിലില്ല എന്നതാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന സുവിശേഷത്തിന്റെയും ഞാൻ നിങ്ങളും നിൽക്കുന്ന കൃപയുടെയും വലിയ പ്രത്യേകത കേട്ടോ. അതുകൊണ്ട് സംശയിക്കൊന്നും വേണ്ട. ഇത് ആധികാരികമാണ്. ഇത് തെളിയിക്കപ്പെടാൻ കഴിയുന്നതാണ്. ആരോ പറഞ്ഞ അമ്മൂമ്മ കഥയുടെ ഭാഗമല്ല രക്ഷ. ആരോ പറഞ്ഞ അമ്മൂമ്മ കഥയുടെ പിന്തുടർച്ചയല്ല സുവിശേഷം. ഇതിന്റെ ആധികാരികതയുണ്ട്. ആധികാരികതയുണ്ട്. ഞാൻ ആ ഭാഗം വിടുക. അപ്പം എന്താണ് സുവിശേഷത്തിന്റെ ആധികാരികത? ഞാൻ പറഞ്ഞു, ഇത് മുൻകൂട്ടി പറഞ്ഞതാണ്. ക്ലിയർ ആണല്ലോ? മുമ്പോട്ട് വയ്ക്കട്ടെ. രണ്ട് സുവിശേഷത്തിന്റെ കേന്ദ്രം. ഒന്ന് ഞാൻ പറഞ്ഞത് സുവിശേഷത്തിന്റെ ആധികാരികതയാണ്. എന്താ സുവിശേഷത്തിന്റെ ആധികാരികത? അത് മുൻകൂട്ടി പറഞ്ഞതാണ്. ഫോർടോൾഡ്. ഈ പുസ്തകത്തിൽ കിടപ്പുണ്ട് കേട്ടോ. റോമർ 1:1 കിടക്കുന്ന ആശയം ഞാൻ പറയുന്നത്. രണ്ട് സുവിശേഷത്തിന്റെ കേന്ദ്രം. The center of gospel is Jesus. യേശുവാണ് സുവിശേഷത്തിന്റെ കേന്ദ്രം. കേൾക്കുക, നമ്മൾ നിൽക്കുന്ന ഈ സമൂഹത്തിന്റെ 2 ചലഞ്ചസിനെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. നമ്മൾ എത്തി നിൽക്കുന്ന ഈ സമൂഹത്തിന്റെ 2 ചലഞ്ചസ്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ ചോദിക്കണേ. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ആണെങ്കിൽ ഒന്ന് കൈയുയർത്തി കാണിച്ചേ. ആർ യു ക്ലിയർ? അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞു. ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഞാൻ വ്യക്തമാക്കാം. നമ്മൾ നിൽക്കുന്ന ഈ സമൂഹത്തിന്റെ 2 ചലഞ്ച്. ഒന്ന്, രക്ഷയോളം എത്താത്ത സുവിശേഷം. ഞാൻ ഇത് കേവലം ഒരു രസത്തിന് വേണ്ടി പഠിപ്പിച്ചു പോകാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച് ഒരു ഡീപ്പായ ബോധമുണ്ടാകണമെന്നതുകൊണ്ടാണ് ഞാൻ അല്പം ഡീപ്പായി തന്നെ ഇത് പഠിപ്പിച്ചു പോകുന്നത് കേട്ടോ. ഒരു ബൈബിൾ കോളേജ് സ്റ്റൈലിൽ തന്നെ പഠിപ്പിച്ചു പോകുന്നത് മറ്റൊന്നും വേണ്ടിയല്ല. ഇതിലെ രസം പറഞ്ഞു പോകുന്നതിനാൽ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുകയെന്ന് എനിക്കറിയാം. ഡീപ്പണായ ഒരു മീനിങ്ങിലേക്ക് നമുക്ക് വരണം. നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? രക്ഷയോളം എത്താത്ത സുവിശേഷം. എന്താ ഞാൻ പറഞ്ഞേ? രക്ഷയോളം എത്താത്ത സുവിശേഷം. ഒട്ടുമിക്ക സുവിശേഷങ്ങളും ഹീലിങ്ങിലോ ഡെലിവറൻസിലോ മാത്രം നിൽക്കും. നിങ്ങൾ പല സുവിശേഷ പ്രസംഗങ്ങളെ ശ്രദ്ധിച്ചു നോക്ക. നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ പലപ്പോഴും പറയുന്ന കാര്യം ജീസസ് ഈസ് ഹീലർ. ഓക്കെ, ജീസസ് വിൽ ഡെലിവർ യു. ഇതൊക്കെ സുവിശേഷത്തിന്റെ പാർട്ടാ. പക്ഷേ സുവിശേഷത്തിന്റെ ലക്ഷ്യം അതല്ല. സുവിശേഷത്തിന്റെ ലക്ഷ്യം യേശു നമ്മെ രക്ഷിച്ചു. എവിടെ നിന്ന്?
പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. കേൾക്കൂ, സുവിശേഷം ഒരാൾ പങ്കുവെക്കുമ്പോൾ ഹീലിങ്ങോ ഡെലിവറൻസോ മാത്രം നിർത്തരുത്. അത് അപൂർണതയിലേക്കുള്ള ഒരു കാഴ്ചവെപ്പാണ്. മറിച്ച് നാം പ്രസ്താവിക്കുന്ന ക്രിസ്തു നമ്മെ രക്ഷിച്ചു എന്ന് പറയണം. കണ്ടോ, നരകത്തെ ബാധിക്കാത്ത സുവിശേഷം സുവിശേഷമല്ല. നിങ്ങൾക്കറിയാവോ, D.L. മൂഡി എന്ന് പറയുന്ന ഒരു പ്രസംഗ ലോകത്ത് ജീവിച്ചിരുന്നു. D.L. മൂഡിയെ കുറിച്ചുള്ള വിശേഷം നിങ്ങൾക്കറിയാമോ? നരകത്തെ കൊള്ളയടിച്ച മനുഷ്യൻ എന്ന D.L. മൂഡിയെ കുറിച്ച് അറിയുന്നത്. നിങ്ങൾ എന്റെ ഒപ്പം ഉണ്ടോ? D.L. മൂഡിയെ കുറിച്ച് എന്താ ചരിത്രത്തെ വിശേഷിപ്പിക്കുന്നതെന്ന് അറിയാമോ? നരകത്തെ കൊള്ളയടിച്ച മനുഷ്യൻ. D.L. മൂഡി പ്രസംഗിച്ചത് ക്രിസ്തുവിലുള്ള രക്ഷയുടെ സന്ദേശമായിരുന്നു. നമ്മൾ എത്തിയിരിക്കുന്ന ലോകത്ത് പലപ്പോഴും സുവിശേഷം എന്ന് പറയുമ്പോൾ കേവലം ഇത് ശരീരത്തോടോ സമ്പത്തിനോടോ മാത്രം ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ അതുണ്ടാവരുത്. രക്ഷയിലേക്ക് വരുന്ന സുവിശേഷമേ നമ്മൾ പങ്കുവെക്കാവൂ, കേട്ടോ. കാരണം അർദ്ധസത്യം നുണയേക്കാൾ ഭയാനകമാണ്. ഹാഫ് ട്രൂത്ത് എന്ന് നമ്മൾ പറയത്തല്ലേ? ഹാഫ് ട്രൂത്ത് എന്ന് പറയാറില്ലേ? ഹാഫ് ട്രൂത്ത് പറയുന്നെങ്കിൽ അത് ഒരു വലിയ നുണയേക്കാൾ ഭയങ്കരമാണ്. സുവിശേഷം ഹാഫ് ട്രൂത്ത് അല്ല, ഇത് പൂർണ്ണ സത്യമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? യേശു എന്നെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എൻ്റെ മുമ്പിലുള്ള നിത്യ നരകത്തിൽ നിന്ന്, നിത്യശിക്ഷാവധിയിൽ നിന്ന് എന്നെ വിടുവിക്കുന്നു എന്ന സന്ദേശമാവണം സുവിശേഷം നിമിത്തം നാം പങ്കുവെക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ചലഞ്ച് രക്ഷയോളം എത്താത്ത സുവിശേഷം. നോട്ട് ചെയ്ത് വെച്ചോളൂ, എവിടെയെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും. 2, പാപത്തെ ബാധിക്കാത്ത വിടുതൽ. ഇന്നത്തെ സുവിശേഷത്തിന്റെ 2 പ്രത്യേകതകളുണ്ട്. 1, രക്ഷയോളം എത്താത്ത സുവിശേഷം. 2, പാപത്തെ ബാധിക്കാത്ത വിടുതൽ. പലരും വിടുവിക്കപ്പെട്ടു എന്ന് പറയുന്നു. എന്തിൽ നിന്നാ വിടുവിക്കപ്പെട്ടെ? വാട്ട് ഈസ് യുവർ എനിമി? നമ്മുടെ ശത്രു എന്താണ്? രോഗമാണോ നമ്മുടെ ശത്രു? ഫിനാൻഷ്യൽ ക്രൈസിസ് ആണോ നമ്മുടെ ശത്രു? അല്ല. വേദപുസ്തകം വെളിച്ചം വീശുന്ന നമ്മുടെ ശത്രു എന്നറിയപ്പെടുന്നത് പാപമാണ്. അതിൽ നിന്നാണ് നാം വിടുതൽ പ്രാപിക്കേണ്ടത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ക്രിസ്തുവില്ലാത്ത സുവിശേഷമല്ല വേദപുസ്തകം പഠിപ്പിക്കുന്ന സന്ദേശം. ക്രിസ്തുവാണ് സുവിശേഷം. ഞാൻ ആദ്യം പറഞ്ഞത് സുവിശേഷത്തിന്റെ ആധികാരികതയാണെങ്കിൽ, രണ്ടാമത് പറയുന്നത് സുവിശേഷത്തിന്റെ കേന്ദ്രമാണ്. ജീസസ് ഈസ് ദ സെന്റർ ഓഫ് ഗോസ്പൽ. യേശുവാണ് സുവിശേഷത്തിന്റെ കേന്ദ്രം. കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ചർച്ച എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല നാട്ടുകാരോട് പറയേണ്ടേ, പക്ഷെ യേശു എന്തു ചെയ്യുന്നു. ക്ലിയറായോ? ഒത്തിരി ഇടങ്ങളിൽ ഓഫേഴ്സ് കൊടുക്കുന്നവരുണ്ട്. ഒരു സഭയുടെ ഓഫർ എന്നൊക്കെ പറയുന്നത് കുറച്ചു കാലം നമുക്ക് പാലിക്കാൻ പറ്റുള്ളൂ, അത് കഴിയുമ്പോൾ പറ്റുകയില്ല. ആദിമസഭ അഡോപ്റ്റ് ചെയ്ത ഏറ്റവും വലിയ ഒന്നായിരുന്നു ഈ സോഷ്യൽ ലൈഫ് എന്നുള്ളത്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പ്രാക്ടിക്കലി നടക്കുകയില്ല. എന്താ സോഷ്യൽ ലൈഫ്? പലരും അവിടെ വസ്തുവകകൾ വിറ്റു, എല്ലാം പൊതുവകയെന്നെണ്ണി ഉള്ളത് പങ്കുവെച്ച് ജീവിച്ചു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പം അതിനുള്ള അകത്ത് വിഷമതകളുണ്ടായി. അപ്പൊ സഭയ്ക്ക് ആർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതിലും ഒരു പരിധിയുണ്ട്. പക്ഷെ നാം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സഭയുടെ പ്രോഗ്രാം അല്ല, നാം പങ്കെടുക്കുന്ന നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിനെ ആവണം, കേട്ടോ. പങ്കുവെക്കുമ്പോൾ പറയേണ്ട ജീസസ് സേവ്സ്, യേശു രക്ഷിക്കുന്നു. ജീസസ് ഈസ് മൈ റിഡീമർ, യേശുവാണ് എന്റെ വീണ്ടെടുപ്പുകാരൻ. ഇതാവണം നമ്മുടെ സന്ദേശത്തിന്റെ കേന്ദ്രം. കേൾക്കൂ, ഞാൻ പറഞ്ഞത് സുവിശേഷത്തിന്റെ കേന്ദ്രം ക്രിസ്തുവാണ്. എന്താണ് സുവിശേഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കുറച്ച് വിശദീകരണത്തിലേക്ക് പോകുകയാണ്. ഓക്കെ, ഇത് ഏതെങ്കിലുമൊക്കെ തരങ്ങളിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന ബോധ്യത്തോടെയാണ് ഈ സുവിശേഷത്തിന്റെ ബോധനങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഓക്കെ, എന്താണ് സുവിശേഷം? ദ ഡെഫിനീഷൻ ഓഫ് ഗോസ്പൽ. സുവിശേഷത്തിന്റെ നിർവചനം എന്താണ്? 2 തിമോത്തിയോസ് 2:8 സുവിശേഷത്തിന്റെ നിർവചനം.
വാട്ട് ഈസ് ഗോസ്പൽ? വാട്ട് ഈസ് ഗോസ്പൽ? അതിനെ വിശദീകരിക്കാൻ, if there is a definition for gospel that explains in 2 Timothy chapter 2 verse 8. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഒന്ന് വായിക്കാവോ? ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. എന്ന് പറഞ്ഞാൽ, ഈ പലപ്പോഴും യേശുവിനെ കുറിച്ച് പറയേണ്ട പലരും അവനവനെ കുറിച്ച് പറഞ്ഞു നിർത്തുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ പൗലോസ് പറഞ്ഞു, എന്റെ മെസ്സേജിന്റെ സെന്റർ ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് ജീസസ്. യേശുവിന്റെ ജീവിതവും യേശുവിന്റെ പ്രവൃത്തിയുമാണ് എന്റെ സുവിശേഷത്തിന്റെ ഉള്ളടക്കം. കേട്ടോ, നമ്മൾ പോയ യാത്രാ വിവരണം അല്ല സുവിശേഷം. യേശു ചെയ്തതാണ് സുവിശേഷം. അതാണ് പങ്കുവെക്കപ്പെടേണ്ടത്. അപ്പം സുവിശേഷം നിർവചനമുണ്ടെങ്കിൽ ആ നിർവചനം 2 തിമോത്തിയോസ് 2:8 കൊടുത്തിരിക്കുന്നു. ക്ലിയർ ആണോ? സുവിശേഷത്തിന് മഹത്വമുണ്ടെങ്കിൽ the glory of gospel explained in Luke chapter 2 verse 10. ലൂക്കോസ് 2:10 സുവിശേഷത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്നത്. The definition is given in 2 Timothy chapter 2 verse 8. 2 തിമോത്തിയോസ് 2:8 സുവിശേഷത്തിന് നിർവചനം കൊടുത്തെങ്കിൽ സുവിശേഷത്തിന്റെ മഹത്വം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ലൂക്കോസ് 2:10. ആ വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചു കേൾക്കണം. വായിക്കാം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാൻ ഉള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സ്തോത്രം. നോക്കിയേ, സകലർക്കുമുള്ള ഒരു സന്തോഷ വാർത്തയാണ് സുവിശേഷത്തിന്റെ മഹത്വം. സുവിശേഷത്തിന് നിർവചനമുണ്ടെങ്കിൽ 2 തിമോത്തിയോസ് 2:8 സുവിശേഷത്തിന് ഒരു മഹത്വം എന്ന് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ലൂക്കോസ് 2:10. ഭയപ്പെടേണ്ട, സർവജനത്തിനുമുള്ള ഒരു മഹാസന്തോഷമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്താ മഹാസന്തോഷം? ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. സ്തോത്രം. മാനവജാതിയെ സംബന്ധിച്ചിടത്തോളം മഹത്തായതും ഉന്നതമായൊരു സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷമാണെന്നാ വേദപുസ്തകം പറയുന്നത്. അതാണ് സുവിശേഷത്തിന്റെ മഹത്വം. ഇത് സകലർക്കുമുള്ള സന്ദേശമാണ്. കേൾക്കണേ, ഇത് സകലർക്കുമുള്ള സന്ദേശമാണ്. ഇത് സന്തോഷത്തിന്റെ സന്ദേശമാണ്. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ജീവിതവും ക്രിസ്തുവിന്റെ പ്രവൃത്തിയുമാണ് സുവിശേഷത്തിന്റെ ഉള്ളടക്കം. ഒറ്റ ഭാഷയിൽ പറഞ്ഞാൽ, ആമേൻ, എനിക്ക് പകരം എന്റെ കർത്താവ് തന്റെ ജീവനെ കൊടുത്ത് ആമേൻ എനിക്ക് വേണ്ടി വഴി തുറന്നു എന്നതാണ് സുവിശേഷത്തിന്റെ സന്ദേശം എങ്കിൽ ആമേൻ ആ സന്ദേശത്തെ പ്രകീർത്തിക്കുന്നതാവണം യഥാർത്ഥ സുവിശേഷ വേലക്കാരുടെ ആമേൻ പ്രയത്നവും താല്പര്യവും. സ്തോത്രം. 2-3 കാര്യങ്ങൾ കൂടെ ചേർത്ത് നമുക്ക് നോക്കാം. ഈ സുവിശേഷത്തിന്റെ കുറച്ച് വിശേഷതകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ പോകുകയാണ്. എന്താണ് നാം വിശ്വസിക്കുന്ന, നാം പങ്കുവയ്ക്കപ്പെടേണ്ട സുവിശേഷത്തിന്റെ പ്രത്യേകത? 5-6 കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് നമുക്കൊന്ന് അന്ന് എഴുതി വെക്കാൻ നമുക്കിട വരട്ടെ. എന്താണ് സുവിശേഷത്തിന്റെ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നത്? സുവിശേഷ നിർവചനം ഞാൻ പറഞ്ഞു, സുവിശേഷത്തിന്റെ മഹത്വം ഞാൻ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ്. സ്തോത്രം. 1, സുവിശേഷം രക്ഷയ്ക്കുള്ളതാണ്. എഫേസ്യൻസ് ചാപ്റ്റർ 1 verse 13 സുവിശേഷം രക്ഷയ്ക്കുള്ളതാണ്. Gospel is for salvation. സുവിശേഷം രക്ഷയ്ക്കുള്ളതാണ്. അപ്പോ ഒരു ഗതിയില്ലെന്ന് പറയുകയും പാപത്തിന് അടിമപ്പെട്ടവർക്ക് നമുക്ക് സമ്മാനിക്കാനുള്ള മഹത്തായ സന്ദേശം സുവിശേഷമാണ്. അത് രക്ഷയുടെ സന്ദേശമാണ്. സഹോദരങ്ങളെ,
ഇനി ഒരു ഗതിയുമില്ല, ആത്മഹത്യയേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവരുടെ നടുവിൽ നിങ്ങളും ഞാനും ചെന്ന് നിൽക്കുമ്പോ ഒരു ബാങ്ക് ലോൺ എടുത്ത് രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ വലുതല്ലേ അവർക്ക് ക്രിസ്തുവിങ്കലേക്ക് മനം തിരിയാനുള്ള ഒരു ആഹ്വാനം? ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്, ചെയ്തോളൂ. പക്ഷെ അത് മാത്രം പോരാ. അവർ ജീവിതത്തെ രക്ഷിക്കാൻ കഴിയുന്ന നാഥനെ പരിചയപ്പെടുത്താതെ മടങ്ങിപ്പോകരുത്. പ്രവൃത്തി 16 ഒരു കാരാഗ്രഹ പ്രമാണിയെ കാണാൻ കഴിയുന്നു. വാളൂരി സ്വയം കൊല്ലാൻ ശ്രമിക്കുമ്പോൾ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മഹത്യ ശ്രമിക്കുമ്പോൾ അരുതെന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ അവിടെ പേരാ സുവിശേഷകൻ. ക്ലിയറായോ? നാളെ നിങ്ങൾ സകല ജോലിയും വിട്ട് ഒരു പുസ്തകം എടുത്ത് പുറത്തിറങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞ സന്ദേശത്തിന്റെ ആഹ്വാനം. മറിച്ച് നിങ്ങളുടെ മുമ്പിൽ നാശത്തിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് രക്ഷയ്ക്കുള്ള സന്ദേശത്തെ കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന ഈ സന്ദേശത്തെ ഒരിക്കലും ചെറുതായി കാണരുത്. ഇത് സുവിശേഷത്തിന്റെ പ്രത്യേകതയാ. രക്ഷയുടെ ദൂതാണ് സുവിശേഷം. 2, സമാധാനത്തിന്റെ സന്ദേശമാണ് സുവിശേഷം. Gospel is the message of peace. സുവിശേഷത്തിന്റെ സന്ദേശമാണ്, സമാധാനത്തിന്റെ സന്ദേശമാണ് സുവിശേഷം. Ephesians chapter 6 verse 15. എഫേസ്യർ 6-ാം അധ്യായം 15-ാമത്തെ വാക്യം. കേട്ടോ, സുവിശേഷത്തിന്റെ മഹത്വം 2 ഞാൻ പറഞ്ഞു. സുവിശേഷന്റെ പ്രാധാന്യം 2 ഞാൻ പറഞ്ഞു. 1, ഇത് രക്ഷയ്ക്കുള്ളതാ. 2, ഇത് സമാധാനമുള്ളതാ. സുവിശേഷം എന്ന സന്ദേശം വിശദീകരിച്ചാൽ കുറെ ഭാഗങ്ങൾ എനിക്ക് അവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. നമ്മുടെ സമയം ഒത്തിരി നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. 3, തേജസ്സുള്ളതാണ് സുവിശേഷം. തേജസ്സുള്ളതാണ് സുവിശേഷം. 2 കൊരിന്ത്യർ 4:4 തേജസ്സുള്ളതാണ് സുവിശേഷം. ഞാൻ ഒത്തിരി ആ ഭാഗം വിശദീകരിക്കുന്ന 2-3 ആശയങ്ങളെ പറഞ്ഞു. 1, രക്ഷയ്ക്കുള്ളതാണ് സുവിശേഷം, അഥവാ രക്ഷയുടെ സന്ദേശമാണ് സുവിശേഷം. 2, സമാധാനത്തിന്റെ സന്ദേശമാണ് സുവിശേഷം. 3, മഹത്വത്തിന്റെ സന്ദേശമാണ് സുവിശേഷം. Gospel is the message of glory. ക്ലിയർ ആവുന്നുണ്ടോ? ഇരുട്ടുമൂടി ഒരിടത്ത് വെളിച്ചം എന്ത് ചെയ്യുമോ അതുപോലെ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് നാം പ്രസംഗിക്കുന്നതും നാം പ്രസംഗിക്കപ്പെടേണ്ടതും പങ്കുവെക്കപ്പെടേണ്ടതുമായ സുവിശേഷം. സ്തോത്രം. ഇനി പറഞ്ഞതിനുമായി നിങ്ങൾക്ക് പിന്നീട് കണക്ട് ചെയ്ത് വായിക്കാൻ കഴിയുന്ന ഒരു ഭാഗം കൂടെ പറയട്ടെ. പ്രവൃത്തിയുടെ പുസ്തകം 8 വരുമ്പോ ശമരിയക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നു. ശമരിയക്കാര് മാറ്റി നിർത്തപ്പെട്ടവരാ. യഹൂദൻ ഒരിക്കലും സഹകരിക്കാത്ത ജനതയായിരുന്നു ശമരിയക്കാർ. പക്ഷെ സുവിശേഷത്തിന്റെ സന്ദേശം വന്നു കഴിഞ്ഞപ്പം എല്ലാ സെപ്പറേഷനും എന്ന് പറഞ്ഞാൽ അവരെ പുറംജാതിക്കാരാ, അവര് താണവരാ, അവര് കൊള്ളുകല എന്ന് പറഞ്ഞ് അവരുടെ അടുക്കലേക്ക് പോകാൻ നിർബന്ധിച്ചൊന്ന സുവിശേഷം. സഹോദരങ്ങൾ, ഒരു കാര്യം നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെന്നെങ്കിൽ ഞാൻ പറയാം. തെറ്റിദ്ധരിക്കത് ഞാൻ പറയുമ്പോ നമ്മുടെ നാട്ടിലെ സുവിശേഷത്തിന്റെ സന്ദേശം ജനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സമൂഹം മാറ്റി നിർത്തിയ പലരുടെയും അടുക്കലേക്ക് സുവിശേഷാത്മാവുള്ളവർ പോയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ താണവരാ, നിങ്ങളെ കൊള്ളില്ല എന്ന് പറഞ്ഞവരുടെ അടുക്കലേക്ക് സുവിശേഷകന്മാർ കയറി ചെന്നു. ആരും കയറാത്ത വീടുകളിലേക്ക് സുവിശേഷകർ ചെന്നു. ജാതിയുടെ ഭേദങ്ങളെ മാറ്റിയ മഹത്തായ സന്ദേശമാണ് സുവിശേഷം. അതുകൊണ്ട് ഇതുപോലെ പരിവർത്തനം വരുത്താൻ കഴിയുന്ന, ഇതുപോലെ വെളിച്ചം കൊണ്ടുവരാൻ കഴിയുന്ന, ഇതുപോലെ സമാധാനപരമായ ഒരു സന്ദേശം ലോകത്തിനില്ലവേ ഇല്ല.
വാൾ ഉറയിലിടുക എന്നതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. വാളെടുക്കുമ്പോൾ അരുതെന്ന് പറഞ്ഞ ഗുരുവിനെ അനുഗമിച്ചുകൊണ്ട് ആ ജീവിത വഴിയെ പ്രസ്താവിക്കുന്നതാണ് സുവിശേഷം. എന്തുകൊണ്ടാണ് സുവിശേഷത്തിന്റെ മഹത്വം എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, സുവിശേഷത്തിന്റെ ആധികാരികത, അത് മുൻ പറഞ്ഞതാണ്, ക്ലിയർ ആണല്ലോ. രണ്ട്, സുവിശേഷത്തിന്റെ കേന്ദ്രം, ദ സെന്റർ ഓഫ് ഗോസ്പൽ ഈസ് ജീസസ്, നോട്ട് ചർച്ച്, നോട്ട് എ പേഴ്സൺ, നോട്ട് എ മൂവ്മെന്റ്. സുവിശേഷത്തിന്റെ കേന്ദ്രം പെന്തക്കോസ്തലിസം അല്ല. സുവിശേഷത്തിന്റെ കേന്ദ്രം ഒരു സംഘടനയല്ല. സുവിശേഷത്തിന്റെ കേന്ദ്രം ഒരു സഭയല്ല. മറിച്ച് സുവിശേഷത്തിന്റെ കേന്ദ്രം കർത്താവായ യേശു ക്രിസ്തുവാണ്. കേട്ടോ, ഞങ്ങളുടെ സഭ അതാണെന്ന് പറയുന്നതല്ല സുവിശേഷം. നമ്മുടെ കർത്താവാരെന്ന് പറയുന്നതാണ് സുവിശേഷം. ക്ലിയർ ആണോ? മുമ്പോട്ട് പോകുന്നു. അപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സുവിശേഷത്തിന്റെ ആധികാരികത. എന്താ സുവിശേഷത്തിന്റെ ആധികാരികത? ഇത് മുൻകൂട്ടി പറഞ്ഞതാണ്. രണ്ട്, സുവിശേഷത്തിന്റെ കേന്ദ്രം. എന്താ സുവിശേഷത്തിന്റെ കേന്ദ്രം? ജീസസ് ഈസ് ദ സെന്റർ ഓഫ് ഗോസ്പൽ. മൂന്ന്, സുവിശേഷത്തിന്റെ മഹത്വം, അത് തെളിയിക്കപ്പെട്ടതാണ്. ഓക്കെ, സുവിശേഷത്തിന്റെ മഹത്വം, ഇറ്റ് ഈസ് പ്രൂവൺ, തെളിയിക്കപ്പെട്ടതാണ് സുവിശേഷം. കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമ്മളോടും ചേർത്ത് പറയാനുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പ്രൊഡക്റ്റ് വാങ്ങി, ഒരു ടി വി ആണെന്നിരിക്കട്ടെ, ഒരു ടി വി വാങ്ങി. ആ ടി വി നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കൊള്ളില്ലെങ്കിൽ ആരെങ്കിലും അത് വാങ്ങാൻ പോയാൽ നമ്മൾ എന്താ പറയുക? വാങ്ങാൻ പറയുമോ? ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവർ വാങ്ങിക്കോട്ടെന്ന് വെക്കും. പക്ഷെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നേ? അത് വാങ്ങരുത്, ഇല്ലേ? പക്ഷേ ഗുണമുള്ളൊരു കാര്യം കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പറയല്ലേ, നോക്ക ഇന്ന ഷോപ്പിൽ പോയിക്കോ, അവിടെ നല്ല സാധനം കിട്ടും, വിലക്കുറവാ, നമ്മൾ പറയല്ലേ? എന്താ പറയാൻ കാരണം? കൊള്ളില്ലെങ്കിൽ പങ്കുവെക്കില്ലായിരുന്നു. കൊള്ളുന്നത് കൊണ്ടാണ് ഇത് പങ്കുവെക്കാൻ നാം താല്പര്യപ്പെടുന്നത്. സുവിശേഷം തെളിയിക്കപ്പെട്ട സന്ദേശമാണ്. നോക്ക്, ഒരു അപ്പനോ അമ്മയോ ഒരു വീട്ടിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞാൽ, അല്ല, ഒരു സഹോദരൻ ഒരു സഹോദരി കർത്താവിനെ അറിഞ്ഞാൽ അവരുടെ അപ്പനും അമ്മയും രക്ഷിക്കപ്പെടണമെന്ന് എന്താ ചിന്തിക്കാൻ കാരണം? ഈ വഴിക്ക് വരരുതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവോ? ഇല്ല. ഇവർ അറിയണം എന്ന് നാം പ്രാർത്ഥിക്കില്ലേ? എന്താ കാര്യം എന്നറിയാവോ? ഇത് ജീവിതത്തെ മാറ്റുന്നതാണെന്ന് തെളിയിക്കപ്പെട്ടതാണ് സുവിശേഷം. ഞാൻ പറയുന്ന അല്പം കൂടെ ചരിത്ര ഭാഗത്തേക്ക് പോയതാ. എന്താണ് യേശുവിന്റെ രക്ഷാപദ്ധതി തെളിയിക്കപ്പെട്ടതാണെന്ന് പറയാൻ കാരണം the life of the resurrection of Jesus proved that he is the Son of God. യേശുവിന്റെ പുനരുത്ഥാനം യേശുവിന്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നതായിരുന്നു. നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചു ആ ഭാഗം. പുനരുത്ഥാനത്താൽ ദൈവപുത്രൻ നിർണയിക്കപ്പെട്ടവനാണ് കർത്താവ്. പ്രൂവ്ഡ്, അടിവരയിടപ്പെട്ടു, ഉറപ്പിക്കപ്പെട്ടു. ആരാണ്? കർത്താവായ യേശു ക്രിസ്തു എന്ന്. ദയവായി ഒന്ന് രണ്ട് ഭാഗങ്ങളിലേക്കൊന്ന് വരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. 1 Corinthians chapter 15 verses 1 to 6. Gospel is proved. സുവിശേഷം തെളിയിക്കപ്പെട്ടതാണ്. 1 കൊരിന്ത്യർ 15:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ദയവായി ആ വാക്യങ്ങളെ ഒന്ന് വായിക്കാൻ ഞാൻ ആഹ്വാനം നൽകുന്നു. വായിച്ചാലും. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികയിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു.
ഇന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ൽ-അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. മതി 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 മതി. ഈ ഭാഗങ്ങളിൽ എന്താ പൗലോസ് പറയുന്നേ? ഞാൻ നിങ്ങളോട് പറഞ്ഞ സുവിശേഷ സന്ദേശം നിങ്ങളെ രക്ഷിക്കുന്ന സന്ദേശമാണ്. അത് മരണം വരെയുള്ള സന്ദേശമല്ല, മരണാനന്തരമുള്ള സന്ദേശമാണ്. സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ മഹത്വം കല്ലറയോളം വന്നതല്ല, കല്ലറയെ അതിജീവിച്ചതാണ് സുവിശേഷ സന്ദേശം. സ്തോത്രം. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ ഇവിടെ ഞാൻ ചേർത്ത് പറയുന്നു. The death and resurrection of Jesus Christ is the content of gospel. യേശുവിന്റെ മരണവും പുനരുത്ഥാനമാണ് സുവിശേഷത്തിന്റെ കേന്ദ്രം, സുവിശേഷത്തിന്റെ മഹത്വം എന്നൊക്കെ നാം വിശ്വസിക്കുന്നത്. യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്തു. സ്തോത്രം. സുവിശേഷത്തിന്റെ സന്ദേശത്തിന്റെ ഏറ്റവും വലിയ മഹത്വം അത് തന്നെയാണ്. യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്യപ്പെട്ടു. സ്തോത്രം. ഈ പുനരുത്ഥാനം ചെയ്യപ്പെട്ടു എന്നതുകൊണ്ട് എന്താണ് കാര്യം, പ്രയോജനമുള്ളത്? നമ്മുടെ ഫ്യൂച്ചർ സെക്യൂരിറ്റി, ഭാവിപരമായ ഉറപ്പ് എന്താണെന്നറിയാവോ? കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കേട്ടെ, സുവിശേഷം എന്ന് പറയുന്നത് കേവലം നമ്മുടെ ഭൗതിക പ്രപഞ്ചത്തിലെ കാര്യങ്ങളുടെ പരിഹാര മാർഗമല്ല, മറിച്ച് സുവിശേഷം എന്ന് പറയുന്നത് മരണത്തിന്റെ അപ്പുറത്തുള്ള ജീവനെ ഉറപ്പിക്കുന്നതാണ് നാം വിശ്വസിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യേകത. എൻ്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് സുവിശേഷം മഹത്വമുള്ളതായി മാറിയത്? കാരണം ഇത് തെളിയിക്കപ്പെട്ടതാണ്. യേശുവിന്റെ പുനരുത്ഥാനം, യേശുവിന്റെ ക്ലെയിംസ്, യേശുവിന്റെ അവകാശവാദങ്ങളെ ശരിവെക്കുന്നതായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് എൻ്റെ ജീവന് മറുവിലയായി കൊടുക്കേണ്ടതിനാണ്. യേശു പറഞ്ഞു, എൻ്റെ ജീവൻ ഞാൻ ഇവിടെ കൊടുക്കുന്നത് നിങ്ങളുടെ ഉറപ്പിന് വേണ്ടിയാണ്. ഞാൻ പുനരുത്ഥാനം ചെയ്യും. തൻ്റെ വാക്കുപോലെ തന്നെ കർത്താവ് പുനരുത്ഥാനം ചെയ്തു എന്നതാണ് സുവിശേഷ സന്ദേശത്തിന്റെ വലിയ പ്രാധാന്യം. കേൾക്ക്, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഒന്ന്, ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ക്രിയേഷൻ ആണ്. ക്രിയേഷൻ ഈസ് ദ സെന്റർ ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ്. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ സൃഷ്ടി എന്നതാണ് സൃഷ്ടി എന്നതാണ് പഴയ നിയമത്തിന്റെ കേന്ദ്രമെങ്കിൽ പുതിയ നിയമത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന മറ്റൊന്നല്ല, റിസറക്ഷൻ ഈസ് ദ സെന്റർ ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ്. പുതിയ നിയമത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് പുനരുത്ഥാനമാണ്. ഈ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയുടെ പ്രഖ്യാപനമാണ് ഓരോ സുവിശേഷകരും അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ബഹുമാന്യ സഭയെ, അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്ന ഈ സന്ദേശം മറ്റൊന്നിനു വേണ്ടിയല്ല. നമ്മുടെ അരിമനാഥനായ കർത്താവ് എന്നെ രക്ഷിച്ചു എന്ന ബോധ്യം നമ്മുടെ അകത്തുണ്ട് എങ്കിൽ, ആ കർത്താവ് മരണത്തെ അതിജീവിച്ചവനാണെങ്കിൽ, കർത്താവിൽ പ്രത്യാശിക്കുന്ന എല്ലാ മനുഷ്യരും മരണാനന്തര ജീവിതത്തിന്റെ ഉറപ്പേകുന്ന ഒരു തലത്തിലേക്ക് വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു ഭാഗത്തേക്ക് കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ട് എൻ്റെ ക്ലാസ് നിർത്തിക്കോളാം. ദയവായി നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. നോക്കൂ, 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് തന്നെ നാം വരികയാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. ആ 15-ാം അധ്യായത്തിലേക്ക് നാം വരികയുമ്പോൾ, സ്തോത്രം, 15-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ പുനരുത്ഥാനത്തിന്റെ ഭാവി പ്രത്യാശയാണ് 15-ാം അധ്യായത്തിൽ പൗലോസ് വിശദമാക്കുന്നത്. കേൾക്കൂ, അതിലെ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യം
പുനരുത്ഥാനം തെളിയിക്കപ്പെട്ടതാണ് വിശദീകരിക്കുന്നത്. തെളിയിക്കപ്പെട്ടതാണ് പുനരുത്ഥാനം, അഥവാ യേശു പുനരുത്ഥാനം ചെയ്തു എന്ന് പൗലോസ് നിരത്തുന്ന തെളിവുകളാണ്. സ്തോത്രം. രണ്ടാമത്തെ ഭാഗം, പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയാണ്. രണ്ടാം ഭാഗ്യം പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയാണ്. 1 കൊരിന്ത്യർ 15:29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളെ സഹിച്ചതും ഞങ്ങൾ കഷ്ടപ്പെട്ടതും ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പ്രത്യാശ ഹേതുവായിട്ടാണ്. ഒരു വാക്കുകൂടെ ഞാൻ ചേർത്ത് പറയാൻ ഇഷ്ടപ്പെടുന്നു. ക്രൈസ്തവ സഭയിൽ രക്തസാക്ഷികൾ ഉണ്ടായത് ഈ പ്രത്യാശ നിമിത്തമായിരുന്നു. 1ഉം 2ഉം പേരല്ല, ലക്ഷക്കണക്കിന് പേർ രക്തസാക്ഷികളായി മാറിയത് തങ്ങളുടെ ആത്മനാഥൻ പുനരുത്ഥാനം പ്രാപിച്ചുവെങ്കിൽ ഞങ്ങൾക്കും ആ പുനരുത്ഥാനത്തിന്റെ പങ്കാളികളാകാൻ അവസരമുണ്ടെന്നുള്ള പ്രത്യാശയായിരുന്നു അവരെ ഈ രക്തസാക്ഷി മരണത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞത് തെളിവുകളാണ്, അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടതാണ്. 2, പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയാണ്. 15-ാം അധ്യായത്തിന്റെ 35 മുതൽ 49 വരെ പുനരുത്ഥാനത്തിന്റെ വിശദീകരണങ്ങളാണ്. ദ എക്സ്പ്ലനേഷൻ അബൌട്ട് റിസറക്ഷൻ. 15-ാം അധ്യായത്തിന്റെ 35 മുതൽ 49 വരെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ്. കണ്ടോ? അപ്പം ഒരു അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു വരിക, പുനരുത്ഥാനം തെളിയിക്കപ്പെട്ടതാണ്, പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ വലുതാണ്, പുനരുത്ഥാനം വിശദീകരിക്കപ്പെട്ടതാണ്. സ്തോത്രം. അപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോ നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് പ്രയോജനമുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകണം. ഇവിടം കൊണ്ട് അവസാനിക്കാത്ത ഒരു ജീവൻ കർത്താവ് നമുക്ക് തന്നു എന്നതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. അപ്പൊ ഞാൻ പറഞ്ഞ ആശയങ്ങളെ ഒന്നുകൂടെ ഞാൻ ക്രോഡീകരിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷം എന്തുകൊണ്ട് അതുല്യമായി എന്ന് ഞാൻ പറഞ്ഞു, അഥവാ സുവിശേഷത്തിന്റെ സുവിശേഷം എന്തുകൊണ്ടാണ് അതുല്യമായത് ഞാൻ പറഞ്ഞു. 1, സുവിശേഷത്തിന്റെ ആധികാരികത, ഇറ്റ് വാസ് ഫോർടോൾഡ്, ഇത് മുന്നറിയിക്കപ്പെട്ടതാണ്. 2, സുവിശേഷത്തിന്റെ കേന്ദ്രം അത് ക്രിസ്തുവാണ്. 3, സുവിശേഷത്തിന്റെ മഹത്വം, അത് തെളിയിക്കപ്പെട്ടതാണ്. സുവിശേഷം തെളിയിക്കപ്പെട്ടതാണ്. എങ്ങനെയാണ് സുവിശേഷം തെളിയിക്കപ്പെട്ടു എന്നറിയുന്നത്? നോക്കൂ, ഏറ്റവും മഹത്തായ തെളിവുകളിൽ ഒന്ന് യേശുവിന്റെ അപ്പിയറൻസ് ആണ്. യേശു കർത്താവ് മരിച്ച് പുനരുത്ഥാനം പ്രാപിച്ച ശേഷം യേശു കർത്താവ് പ്രത്യക്ഷമായി എന്ന് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പൗലോസ് വിശദമാക്കുന്നത് കണ്ടോ? Persecutor became a preacher. സഭയെ ഉപദ്രവിച്ചവൻ സുവിശേഷത്തിന്റെ പ്രസംഗനായി മാറിയത് ചരിത്രം കേട്ടല്ല, പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തുവിന്റെ ദർശന നിമിത്തമായിരുന്നു. പ്രവൃത്തി 2:32 അവർ പ്രഖ്യാപിക്കുകയാണ്, യേശുവിന്റെ പുനരുത്ഥാനത്തിന് ഞങ്ങൾ സാക്ഷികൾ. പ്രവൃത്തി 2:32. എംപ്റ്റി ടോംബ്, ശൂന്യമാക്കപ്പെട്ട കല്ലറ, അവൻ ഇവിടെ ഇല്ല എന്നെഴുതിയൊരു കല്ലറയുണ്ടെങ്കിൽ അത് യേശുവിന്റെ കല്ലറയാണ്. സ്തോത്രം. ഞാൻ എൻ്റെ ക്ലാസ് നിർത്തുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിർത്താം. സുവിശേഷത്തിന് അവസരം കിട്ടുമ്പോൾ പിൻവലിയരുത്. ഇത് മഹത്തായ സന്ദേശമാണ്. ആരുടെയോ ബുദ്ധിയിലുണ്ടായ ഒന്നല്ല സുവിശേഷം.
ഇത് മുൻകൂട്ടി പറഞ്ഞതാണ്. നമ്മൾ എന്തു ചെയ്യുന്നു എന്നതല്ല സുവിശേഷം. ക്രിസ്തുവിന്റെ ജീവിതവും ക്രിസ്തുവിന്റെ പ്രവൃത്തിയുമാണ് സുവിശേഷം. മാറരുത്. 3, സുവിശേഷത്തിന്റെ മഹത്വം എന്തെന്നറിയാവോ? ഇത് ആശയങ്ങളല്ല, ഇത് തെളിയിക്കപ്പെട്ട ജീവിതമാണ്. എങ്ങനെ തെളിയിച്ചു? സകല മാനവരുടെയും അവസാനം മരണമാണെങ്കിൽ നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ് മരണത്തെ അതിജീവിച്ചവനായ കർത്താവാണ് കേട്ടോ. പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ ആപ്തവാക്യങ്ങളിലൊന്ന്, ഞങ്ങളുടെ കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചു. റിസറക്റ്റഡ് ക്രൈസ്റ്റ്. യേശു പുനരുത്ഥാനം പ്രാപിച്ചു. കേൾക്കണേ, ഇതാണ് ശബ്ദവർത്തമാനം. ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ഒരവസരം കിട്ടുമ്പോൾ പിൻവലിയരുത്. മഹത്തായ സന്ദേശത്തിന്റെ സാക്ഷികളായി മുമ്പോട്ട് പോകണം കേട്ടോ. സുവിശേഷം കേൾക്കുമ്പോൾ തല താഴ്ത്തണ്ട, അഭിമാനത്തോടെ പറയൂ, ഇത് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തിയ സന്ദേശമാണ്, ഇന്നും രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശമാണ്. അവസരം കിട്ടുന്നെങ്കിൽ അഭിമാനത്തോടെ പങ്കുവെക്കണം രക്ഷയുടെ ദൂത്. സ്തോത്രം, സ്തോത്രം. യേശുവിനെ പങ്കുവെക്കണം, യേശുവിനെ അഭിമാനത്തോടെ പിൻപറ്റണം. വേണ്ടെന്ന് പറയുന്ന നടുവിൽ വേണോ വേണ്ടയോ എന്ന് ശങ്കിച്ച് നിൽക്കരുത്. ഉറപ്പോടെ പറയണം, ഐ നീഡ് ജീസസ്. എനിക്ക് യേശുവിനെ വേണം. ഐ വിൽ പ്രീച്ച് ഗോസ്പൽ. ഞാൻ സുവിശേഷം പങ്കുവെക്കും. ഇത് മഹത്തായ സന്ദേശമാണ്. ഇനി പറഞ്ഞ വാക്ക് ഞാൻ പറയുന്നു. എന്താണ് സുവിശേഷത്തിന്റെ ആധികാരികത? അത് മുൻകൂട്ടി പറഞ്ഞതാണ്. 2, സുവിശേഷത്തിന്റെ കേന്ദ്രമാരാണ്? അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. സുവിശേഷത്തിന്റെ മഹത്വം എന്താണ്? അത് തെളിയിക്കപ്പെട്ടതാ. പുനരുത്ഥാനത്തോടെ തെളിയിക്കപ്പെട്ട സന്ദേശത്തെയാണ് ഞാനും നിങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് ആരോ ഉണ്ടാക്കിയതല്ല, ഇത് പ്രൂവണാണ്. ഇറ്റ് ഈസ് റിയൽ കേട്ടോ. ഇറ്റ് ഈസ് അപ്രൂവ്ഡ്. തെളിയിക്കപ്പെട്ടതാ, അംഗീകരിക്കപ്പെട്ടതാ. അതിന് അഭിമാനത്തോടെ നിൽക്കണം. കർത്താവ് ഒന്ന് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.